ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ മക്കൾസൊക്കെ ഉറക്കി കഴിഞ്ഞ് കുറച്ച് ലേറ്റ് നൈറ്റായിട്ട് എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ആദ്യമേ കുറച്ചധികം തുണികൾ മടക്കാനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ അങ്ങ് മടക്കി ഒതുക്കി വെച്ചിട്ട് ബാക്കിയെന്ന് വെച്ച് അതിനങ്ങ് നിന്നു കേട്ടോ. അതങ്ങ് ക്ലീനാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി സമാധാനമായില്ലോ. പിന്നെ പിറ്റേന്ന് മക്കൾസിന് ഇട്ടുകൊണ്ട് പോകാനുള്ള യൂണിഫോമും കാര്യങ്ങളും എല്ലാം തേക്കാനുള്ള ടേബിളിലേക്ക് എടുത്ത് സെറ്റാക്കി വെച്ച് രാവിലെ ഇനിയിപ്പോൾ അതിന് തപ്പി നടന്ന് സമയം പോകണ്ടല്ലോ. അങ്ങനെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞ് റൂമൊക്കെ ഒന്ന് ഒതുക്കി പറക്കി കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പണ്ടത്തെ വിറകടുപ്പായിരുന്നു. അപ്പോൾ ഈ മുകളിൽ ഈ ചിമ്മിണിയിൽ പിടിച്ചേക്കണ പോങ്കരിയില്ലേ, ഈ പുകക്കറ, അതിങ്ങനെ പൊടിയായിട്ട് ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എത്ര തുടച്ചിട്ടാലും അവിടെ എപ്പോഴും ഇങ്ങനെ പൊടി പിടിച്ച പോലെ ഇരിക്കുകയുള്ളൂ. പകൽ ഇന്ന് എന്തോ മക്കൾസ് നല്ല അലമ്പും കാര്യങ്ങളും കരച്ചിലും വാശിയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ക്ലീൻ ആക്കാനൊന്നും സമയം കിട്ടിയില്ല എന്ന് പറയാം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം പൊടിയും കാര്യങ്ങളും അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് ആദ്യമേ തന്നെ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ മക്കൾസൊക്കെ ഉറങ്ങിയതിന് ശേഷം ഈ ക്ലീനിങ്ങിനായിട്ട് നിന്നത്. എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിടന്നാലാണ് കേട്ടോ എനിക്കൊരു സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ അടുക്കളയൊക്കെ എപ്പോഴും ഇങ്ങനെ മുഷിഞ്ഞിരിക്കുമല്ലോ. രാവിലെ നമുക്ക് അടുക്കളയിലേക്ക് വരാനേ തോന്നില്ല എന്ന് പറയാം. കാരണം എപ്പോഴും രാത്രി വരെ അടുക്കളയിൽ നിൽക്കുന്നു, രാവിലെ വീണ്ടും നമ്മൾ തിരിച്ച് കയറി വരുന്ന സ്ഥലം ഈ അടുക്കള തന്നെയായിരിക്കുമല്ലേ. അപ്പോൾ അതങ്ങ് വൃത്തികേടായിട്ട് കിടക്കുവാണെങ്കിൽ നമുക്കങ്ങ് വരാനുള്ള മൂഡ് പോകുമല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പിന്നെയും നമുക്ക് ഒരുപാട് പണിയുള്ളതുപോലെ തോന്നുമ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സമാധാനപരമായിട്ട് കിടക്കാനും ഉറങ്ങാനും പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ ഇച്ചിരി ഉറക്കം കളഞ്ഞിട്ടായാലും കുഴപ്പമില്ല, അതൊക്കെ ഒന്നങ്ങ് ക്ലീൻ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ 1-2 വട്ടം ഉരച്ചങ്ങ് കഴുകി വൃത്തിയാക്കി 2-3 വട്ടം വെള്ളം മാറ്റി ഒന്നങ്ങ് തുടച്ചെടുത്തു. ശേഷം ഓയിലൊക്കെ വച്ചേക്കണ ആ ബോട്ടിൽ കുറച്ചധികം അഴുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് സോപ്പിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കാമെന്ന് വെച്ചു. അത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒന്നങ്ങ് ക്ലീൻ ആക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ശരിക്കും 2 ദിവസം മുന്നേ കഴുകേണ്ടതാണ്. സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ ഇന്നാണ് കേട്ടോ ഇപ്പോൾ ഇതിന് നിന്നേക്കണത്. ചില ദിവസങ്ങളിൽ അവർ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് അങ്ങ് പോകുമ്പോൾ നമുക്ക് നോർമൽ റുട്ടീൻ പോലെ തന്നെ എല്ലാ പരിപാടികളും നടന്നു പോകും കേട്ടോ. എന്നാൽ അതിൻ്റെ ഇരട്ടി വാശിയും കാര്യങ്ങളായിരിക്കുമോ ചില ദിവസം. ഈ 2 പേരും ഒരുപോലെ വാശി എടുക്കുമ്പോൾ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും ഓർക്കും ഈ ലേറ്റ് നൈറ്റ് ക്ലീനിങ് എന്താ അപ്പോൾ പകൽ ചുമ്മാ ഇരിക്കുകയാണെന്ന്. ഒരിക്കലല്ല കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും നമുക്ക് റെസ്റ്റിനുള്ള സമയം കിട്ടാറില്ല എന്ന് തന്നെ പറയാം. ഓരോ കാര്യങ്ങളുണ്ടാകും. ഇതിപ്പോൾ എല്ലാം പകൽ ഒന്നൊന്ന് ക്ലീൻ ചെയ്തതാണ്. പക്ഷേ ഇതുപോലെ കുറച്ച് ഡീപ്പായിട്ട് ക്ലീനിങ്ങിന് നിൽക്കാൻ പറ്റുന്നത് അവരെല്ലാവരും ഉറങ്ങി സ്വസ്ഥമായി കഴിയുമ്പോഴാണ് കേട്ടോ. അല്ലാണ്ട് ഇതുപോലെ എല്ലായിടവും ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കിച്ചണും കാര്യങ്ങളൊക്കെ കിടക്കുന്നു മാത്രം. പിന്നെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി അടിച്ചു വാരി എല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് വയ്ക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ പെരുമാറുന്ന സ്ഥലം ഏറ്റവും നന്നായിട്ട് കിടക്കുന്നതായിരിക്കുമല്ലോ. നല്ല നമുക്കുടെ മനസ്സിന് എപ്പോഴും ഒരു പോസിറ്റീവ്. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാവും കേട്ടോ. എനിക്കങ്ങനെയാണ്. കിച്ചണൊക്കെ ഭയങ്കര മുഷിഞ്ഞ് കിടക്കുകയാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു സ്ട്രെസ് നമുക്കിങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. ഒന്നും ഇപ്പോൾ കുക്ക് ചെയ്താൽ നമുക്കത്ര ശരിയാവില്ല. അതുപോലെ തന്നെ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല, ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഫുള്ള് പ്രശ്നമായിരിക്കും കേട്ടോ. എന്നാൽ എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും എല്ലാം ഒന്നങ്ങ് സെറ്റായി കിടക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ പറയണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. ഇനി കണ്ടുകൊണ്ടിരുന്ന് മറന്നു വേണ്ട. അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ 1-2 വട്ടം സോപ്പിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി തുടച്ച് എന്തെങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ലൈസോളാണ് കേട്ടോ. അതോടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് തുടച്ചെടുത്തിട്ട് ഒന്ന് ചേരപ്പാര അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പകൽ ഒരു 2-3 വട്ടമെങ്കിലും അടിച്ചു വാരിയതാണ്. എങ്കിലും മക്കൾസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്കടെ കളിപ്പാട്ടങ്ങളായി അതുപോലെ തന്നെ അടുക്കളയിലെ സ്പൂണ് ഗ്ലാസ് പാത്രങ്ങളെല്ലാം ഉണ്ടാകും കേട്ടോ. എല്ലാം ഈ സമയത്ത് വേണം നമ്മൾ പറക്കി കൂട്ടി ഒരുമിച്ച് വയ്ക്കാനെന്ന് പറയാം. പിന്നെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം കീറിപ്പറിച്ചിട്ടിട്ടുണ്ടാവും.
അതൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ചു വാരി കഴിഞ്ഞിട്ട് ടേബിളൊന്ന് അങ്ങ് തുടച്ചെടുത്ത്, ടേബിൾ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ ഹാളും കൂടെ കൂടിയിട്ട് ഒന്നങ്ങ് അടിച്ചു വാരി എടുത്തു. അപ്പോൾ റൂമും കാര്യങ്ങളും ഇന്നലെ തന്നെ അടിച്ചു വാരി തുടച്ചിട്ടേക്കണോണ്ട് അതത്ര മുഷിഞ്ഞിട്ടില്ല കേട്ടോ. ഹാള് അടിക്കാനും അടിച്ചു വാരിയായിരുന്നു, പക്ഷെ തുടയ്ക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അതും ഒന്നങ്ങ് അടിച്ചു വാരി എടുത്തു. ഇനി വെള്ളം ഒന്ന് വെച്ചിട്ട് അതിലേട്ട് മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലൈസോളം ഒന്ന് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഞാനിങ്ങനെ തുണി ഉപയോഗിച്ചാട്ടോ നന്നായിട്ട് തുടച്ചെടുക്കണേ. മറ്റേ തുടക്കോല് അത്ര എപ്പോഴും ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടത്തിലൊന്ന് തുടയ്ക്കാനാണ് കേട്ടോ ഞാൻ തുടക്കോല് എടുക്കാറുള്ളൂ. ഇപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് എന്നെ കളയാക്കി പറയും, ഇവക്ക് ഈ തുടയ്ക്കണ കോല് വാഴില്ല എന്ന്. ശരിയാട്ടോ, പുതിയത് മേടിച്ച ഒരു 2 or 3 പ്രാവശ്യം തുടച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കോല് ഒടിഞ്ഞു പോകും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും പെട്ടെന്നുള്ള തുടയ്ക്കണ കാര്യങ്ങൾക്ക് മാത്രമേ അതെടുക്കാറുള്ളൂ. അല്ലാത്തപ്പോൾ ഇതാണ് കേട്ടോ എനിക്കിഷ്ടം. ഇതാകുമ്പോൾ ഒരു സമയം കുറച്ച് ലാർജ് ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് തുടച്ചെടുക്കാനും പറ്റും. അതുപോലെ 2-3 വട്ടം വെള്ളം മാറ്റി തുടച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ തുടയ്ക്കണ ഭാഗം നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെനിക്കിക്ക തന്നെ ഉണ്ടാക്കി തന്നതാണ്. ഈ നമ്മുടെ പൈപ്പ് വെച്ചിട്ട് ടീ പോലെ വെൽഡ് ചെയ്തെടുത്തിട്ട് അതിലേട്ടാണ് നമ്മൾ ഈ തുണി ഇട്ടിട്ട് തുടച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതും കൊണ്ട് ഒരു ഗുണോടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് അലമ്പി കഴുകി തുടയ്ക്കാനും പറ്റും. പിറ്റേന്ന് കല്ലേലങ്ങ് അലക്കി എടുത്തു കഴിഞ്ഞാൽ ആ തുണി എപ്പോഴും നന്നായിട്ട് ഇരിക്കും കേട്ടോ. ഒരു 2-3 പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്കൊന്നങ്ങ് മാറ്റണം എന്ന് തോന്നിയാൽ ആ തുണി അങ്ങ് മാറ്റിയിട്ട് പുതിയ തുണി എടുത്താൽ മതിയല്ലോ. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടവും എളുപ്പവും ഇതാണ് കേട്ടോ. പിന്നെ ടേബിളിൻ്റെ അടിയൊക്കെ ഒന്ന് കസേരയൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ എപ്പോഴും ഈ മിഠായിയും അതും ഇതുമൊക്കെ കഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിടണോണ്ട് തന്നെ എപ്പോഴും തുടച്ച് വെച്ചില്ലെങ്കിൽ നിറയെ ഉറുമ്പായിരിക്കുന്നേ. അപ്പോൾ ഇവർ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം കേട്ടോ. എന്തായാലും രാത്രി കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ട് കിടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനമാണല്ലോ. അതുകൊണ്ട് തന്നെ തുടയുടെ പരിപാടികൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇനി അടുക്കളയും കൂടെ കൂടി ഒന്നങ്ങ് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇനി ഇന്നലത്തെ പോലെ തന്നെ വാശിയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പിന്നെ അവരെ സ്കൂളിൽ വിടാനുള്ള തിരക്കും അതുപോലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ എല്ലാം എത്രയൊക്കെ ക്ലീൻ ആക്കിയിട്ടാലും നമുക്ക് ഓരോ ദിവസവും ക്ലീൻ ചെയ്യാനും അലക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നടക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് പൂർത്തീകരിച്ചിട്ട് കിടക്കുവാണെങ്കിൽ പിന്നെ രാവിലെ പുതിയതായിട്ടൊരു ദിവസം തുടങ്ങാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാട്ടോ കുറച്ച് താമസിച്ചാലും ഈ പരിപാടികൾക്ക് നിൽക്കണം. ഇപ്പോൾ ഏകദേശം സമയം ഒരു 12 മണിയുടെ അടുക്കായിട്ടുണ്ട് കേട്ടോ. അന്നേരമാണ് ഞാൻ ഈ തുടക്കാനായിട്ട് നിൽക്കുന്നത്. അതുമല്ല ഈ സമയത്താണെങ്കിൽ മക്കൾസ് ഉറങ്ങണ സമയം. അപ്പം നമുക്ക് വേറെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പരിപാടികൾ തീർക്കാം കേട്ടോ. അവർ ഉറങ്ങുവാണെങ്കിൽ പോലും ഞാൻ ഓരോ ഭാഗവും തീർത്താട്ടോ ക്ലീൻ ചെയ്ത് പോണേ. എന്താണെന്ന് വെച്ചാൽ ഇനി എങ്ങാനും അവർ എഴുന്നേറ്റ് നമുക്ക് ഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ക്ലീനിങ് നിർത്തേണ്ടി വന്നാലും അടുക്കള വലിച്ചു വാരി ഇട്ട പോലെ കിടക്കരുതല്ലോ. അത് പിന്നെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തലവേദന ആവുന്നുള്ളതുകൊണ്ട് ചെയ്യണ പണി എന്തോ അത് പൂർത്തീകരിച്ച് വൃത്തിയാക്കി തന്നെ ചെയ്ത് തീർത്താണ് കേട്ടോ പോണത്. അങ്ങനെ അടുക്കളയും കാര്യങ്ങളും എല്ലാം 1-2 വട്ടം വെള്ളം മാറ്റി തുടച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വീട് നല്ല വൃത്തിയായി എന്ന് തന്നെ പറയാം കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ സമാധാനമായിട്ട് എഴുന്നേറ്റ് നമ്മുടെ ദൈനംദിന റുട്ടീനുകളിലേക്ക് കടക്കാം കേട്ടോ. എത്രയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല കേട്ടോ. കാരണം എപ്പോഴും ക്ലീനായി കിടക്കുന്ന വീടായിരിക്കുമല്ലോ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ഉണ്ടാവണത്. പുറത്തേക്കൊന്നും അധികം ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കും ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അകമെങ്കിലും ക്ലീനായി കിടന്ന അത്രയും ഒരു സമാധാനമല്ലോ. അങ്ങനെ അടുക്കളയും ഹാളും ഒക്കെ എല്ലാം ഒതുക്കി വൃത്തിയാക്കി തുടച്ച് സ്വസ്ഥമായിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പോയി സുഖമായി കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ രാവിലെ ഇനി ഏത് മൂഡിലാണ് മക്കൾസും ഒക്കെ എഴുന്നേക്കണേന്ന് അറിയില്ല. അപ്പോൾ അതുപോലെ അന്നത്തെ ദിവസം അങ്ങോട്ട് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ നല്ല വീഡിയോസായിട്ട് കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം. ബൈ ഫ്രണ്ട്സ്.